വാവാ എവിടെ പോവാ? എവിടെ? ഉറക്കെ പറ, ഇങ്ങോട്ട് നോക്കി പറ. മാളില് പോവാ? എന്തിനാ പോണേ? നീ കളിക്കാൻ പോവാ? അതെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് മാളിൽ പോവാം കേട്ടോ. മാളിൽ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ അവൾക്ക് കളിക്കാനാണ്, വേറെ ഒന്നിനുമല്ല. കാരണം കുറേ ദിവസമായി മോള് പറയുന്നു അവൾക്ക് മാളിൽ പോകണം മാളിൽ പോകണം. അപ്പം ഓരോ ദിവസം ഇന്ന് പോവാം നാളെ പോവാം ഇന്ന് പോവാം നാളെ പോകാൻ പറഞ്ഞാൽ ലോട്ടറിക്കാർ പറയും പോലെ നാളെ 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 എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാം. വേറെ ഒന്നുമല്ല, കാരണം ഓരോ ദിവസം ഓരോ മഴയാവും, ചിലപ്പം അങ്ങനെ അങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ ആകുമ്പോൾ ഡിലേ ആവുന്നത്. അപ്പം ഇന്ന് എന്തായാലും അവളെ കൊണ്ടുപോകാൻ നേരിച്ചിട്ടോ. അവൾക്ക് അവിടെ പോയാൽ പിന്നെ ഒരു മണിക്കൂറേക്ക് അവളെ നോക്കേണ്ട കാര്യമില്ല. അവൾ അവിടെ എന്താ പറയുക, തല കുത്തരെ തിരിച്ചിടും എന്ന് അറിയില്ല, നമ്മൾ തല മറിച്ചിടും, എന്തൊക്കെയാണ് പറയുന്നത് വെച്ചാൽ ഞാൻ ഇതാണ് അവളെ അവസ്ഥ. അപ്പോൾ നമ്മൾ മാത്രമല്ല കേട്ടോ പോണത്, ഏച്ചിമാരെ മക്കളും ഉണ്ട്, അവരെയും കൂടെ കൂട്ടിയിട്ടാട്ടോ നമ്മൾ പോണത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയായിട്ടത്, അവർ കയറിയ ഓട്ടോ ഓടിക്കുന്നത് നല്ലൊരു അത്യാവശ്യം പ്രായമുള്ളൊരു അമ്മമ്മ കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഒരു അമ്മമ്മേൻ്റെ ഒക്കെ ഒരു പ്രായം ഉണ്ടാവും. കാരണം അവരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. എന്താ തോന്നി വെച്ചാൽ, കാരണം നമ്മളൊക്കെ വയസ്സായി ഇങ്ങനെ സാധിക്കുമോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് കേട്ടോ. പക്ഷെ അടിപൊളിയാട്ടോ, പുള്ളിക്കാരി നല്ല അടിപൊളിയായിട്ട് ഓട്ടോ ഓടിക്കുന്നുണ്ട്, അത്യാവശ്യം സ്പീഡും ഉണ്ട്, എല്ലാം കൊണ്ട് ആൾ പെർഫെക്റ്റ് ആട്ടോ. അപ്പം ആളെ കണ്ടപ്പോൾ എല്ലാവരും തന്നെ കേട്ടോ, നമ്മൾ ബ്ലോക്കിലൊക്കെ നിർത്തുമ്പം അടുത്തു കൂടെ പോകണവർ ചോദിക്കുന്നത് അയ്യോ ഇത് വയസ്സായൊരു അച്ഛമ്മയല്ലേ എന്നാണ് ചോദിക്കുന്നത്. കാരണം അത്രയും പ്രായമുണ്ട്, ഒരു 70 കണ്ടോ, 75 വയസ്സ് പ്രായം ഉണ്ടാവും. ഇതാണ് കേട്ടോ ആൾ. അങ്ങനെ ഓട്ടോയിലാണ് പോയത്. എന്തായാലും ആളൊരു പുലി തന്നെ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ബ്ലോക്ക് കുടുങ്ങിയതിന് ശേഷം ഞങ്ങൾ എന്താക്കി, ആ ഓട്ടോന്ന് മക്കളെ ഇറക്കിയിട്ട് ഞങ്ങൾ മാളിലേക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു പോയിട്ടോ. ഇടയ്ക്ക് വെച്ച് വോയിസ് കട്ടായി, കാരണം മോള് കരഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ടോ, പിന്നെ വന്നിട്ടാണ് ഡബ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ആ അമ്മമ്മ ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവർ പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നത് ബ്ലൂ ഡയമണ്ട് മോളിലെത്തിയിട്ടോ. അധികവും ഇവിടെ തന്നെയാണ് പോവാറ് കേട്ടോ, ബ്ലൂ ഡയമണ്ട് മോളിലാണ് പോവാറ്. കാരണം അവൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കളിക്കുന്നത്. പിന്നെ ഇന്ന് മക്കളെല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ആൾ ഭയങ്കര ഹാപ്പി ആട്ടോ. ഒന്ന് അവരെ കൈ പിടിച്ച് മാളിലെത്തി. ഏതാ മാള് ആണേ? നമുക്ക് കയറാം, മാളിൽ കയറാം. എന്താണ് മുകളിലുള്ളത്? കയറി പോണല്ലേ. അച്ഛനോടെ വണ്ടി വെക്കാൻ പോയി പറ. അങ്ങനെ പിന്നെ മോളിൻ്റെ ഉള്ളിലെത്തി. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ബ്ലൂ ഡയമണ്ട് മോളെന്ന്. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും അതേപോലെ ആൾ കോപ്പി അടിച്ച് പറയുന്നൊരിതുണ്ട് കേട്ടോ. സംസാരിച്ചപ്പോൾ നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് സംസാരിച്ച് വരുന്നേ ഉള്ളൂ ജാനി. മാളിലെത്തിയാൽ പിന്നെ പറയേണ്ട കാര്യമില്ല, ഓടി നടന്ന് ബാക്കി അവളായിക്കോളും. ഇന്ന് പിന്നെ അല്ലു ഉണ്ട് അവളെ കൂടെ. അപ്പോൾ അവനെല്ലാം കാണിച്ചു കൊടുക്കുന്ന പോലെ കേട്ടോ അവളത്. അവനെന്തിലൊക്കെ കയറുന്നുണ്ടോ അതിലൊക്കെ വലിഞ്ഞു കയറുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. ആരെന്ത് കാണിക്കുന്നോ അതിലൊക്കെ അവളും കയറും, അല്ലേ അവളും അതൊക്കെ ചെയ്യും കേട്ടോ. അത് അല്ല അതിൻ്റെ മുകളിൽ കയറുന്ന കണ്ടിട്ട് അവളും അങ്ങനെ കയറി പോവുക. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാൻ പേടി, ആ സ്പോഞ്ചിൻ്റെ ഉള്ളിൽ, കാരണം നല്ല താഴ്ചയാണ്, അതിൽ വീണു പോവും. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താക്കി, കുറച്ച് ഇതായി കാറിങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന നിച്ചോനെയും ആദ്യം അതിൽ കയറ്റി. പക്ഷെ ഞാൻ കയറിയില്ല കേട്ടോ, ഏട്ടനും കയറിയിട്ടോ. പക്ഷേ ഏട്ടൻ ഇവരതൊക്കെ കഴിഞ്ഞിട്ട് അവസാനമായിപ്പോയി കയറിയത്. അതുകൊണ്ട് ഏട്ടൻ്റെ കൂടെ ഓടിക്കാൻ ആരും ഉണ്ടായില്ല. ഇവരെ കൂടെ അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയൊക്കെ ഓടിച്ച് അവസാനം ലാസ്റ്റിലെത്തിയപ്പോഴാണ് ഒന്ന് എയിമായത്. നിച്ചോനും ആദ്യം ഇത് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. ഇതിന് മുന്നേ ഓടിച്ചാൽ കേട്ടോ, അത് നമുക്ക് കാറൊക്കെ ഇങ്ങനെ എയിമാക്കാൻ നല്ല സുഖമാണ്. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് അങ്ങോട്ടാ. അങ്ങനെ ഏട്ടൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഓടിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ റെസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. മക്കൾക്ക് 1 മണിക്കൂറുണ്ട് അതിൻ്റെ ഉള്ളിൽ കളിക്കാൻ. പിന്നെ അവരിറങ്ങി വന്നതിന് ശേഷം ഞങ്ങൾ നല്ല നേരെ പോയി. ഞങ്ങളെല്ലാവരും കൂടി ഇനി ബസ്സിൽ വേണം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ, കാരണം എല്ലാവർക്കും കൂടി വണ്ടി പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പുതിയ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് അവിൽ മിൽക്കൊക്കെ കഴിച്ച് അവർക്ക് ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്ത്. മൂക്ക് പിന്നെ ഇവിടെ ചെന്നാലും അവൾക്ക് ഐസ്ക്രീം കേട്ടോ. ഐസ്ക്രീമിൻ്റെ ഭയങ്കര ഒരു ആരാധിക, ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഐസ്ക്രീം കേട്ടോ. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ